Hi everyone, this is GB Sebastian. Welcome to GB's classes. ഇതിനു മുമ്പുള്ള പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 8ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസിൻ്റെ ഇംഗ്ലീഷ് റീഡറിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദി മിസ്റ്റീരിയസ് പിക്ചർ എന്ന ആ ഒരു കഥയായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഈ വായിക്കുന്നത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള പാർട്ടുകൾ കാണാത്തവർ അത് ആദ്യം കാണുക. ഓക്കെ. For 30 days, Tyle and his assistants feasted themselves on the choicest dishes and drank the finest wines. ഒരു 30 ദിവസത്തോളം ടൈലിങ്ങനെ ടൈലിൻ്റെ അസിസ്റ്റൻസും ഒരു ഹാളിൻ്റെ ഭിത്തിയിൽ രാജാവിൻ്റെ കുടുംബക്കാരുടെയും ചിത്രം വരയ്ക്കാനായിട്ട് എല്ലാ തയ്യാറെടുപ്പും എടുത്ത് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ടൈലിൻ്റെ അസിസ്റ്റൻസും ദേ ഫീസ്റ്റഡ് ദെംസെൽഫ് ഓൺ ദ ചോയ്സസ്റ്റ് ഡിഷസ്. അവർക്ക് എന്ത് ഇഷ്ടമാണോ അങ്ങനെയുള്ള ഏറ്റവും നല്ല ഭക്ഷണം എല്ലാം കഴിച്ച് ആൻഡ് ഡ്രാങ്ക് ദ ഫൈനസ്റ്റ് വൈൻസ്. നല്ല വില കൂടിയ മദ്യമൊക്കെ വൈനെല്ലാം കുടിച്ച് സുഖമായൊരു 30 ദിവസം അവർ അങ്ങനെ എൻജോയ് ചെയ്തു. ഓൺ ദ 31st day, 31ാമത്തെ ദിവസം, ദി ആർച്ച് ഡ്യൂക്ക് thrust his nose in through the door and said, അതായത് ആർച്ച് ഡ്യൂക്ക് ആ ഡോറിൻ്റെ ഇടയിൽ കൂടെ തലയിട്ട് മൂക്ക് കടത്തി എത്തി നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, "It is time that you finish the painting. I am eager to see it. Is it ready?" അത് പെയിൻറ്റിങ് കഴിയേണ്ട, ചിത്രം വരച്ച് കഴിയേണ്ട സമയമായിരിക്കുന്നു. ഞാൻ വളരെ ഈഗറാണ്, വളരെ അധികം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ആ ചിത്രം കാണാനായിട്ട്. ഈസ് ഇറ്റ് റെഡി? അത് റെഡി ആയോ? ചിത്രം കംപ്ലീറ്റ് ആയോ? Tyle said that the picture was being completed, but he needed some more days to finish it. ടൈൽ പറഞ്ഞു, ചിത്രം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹി നീഡഡ് സം മോർ ഡേയ്സ് ടു ഫിനിഷ് ഇറ്റ്. കുറച്ച് ദിവസം കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടു. ദി ആർച്ച് ഡ്യൂക്ക് റിപ്ലൈഡ്, "ആസ് ലോങ് ആസ് ദ പെയിൻറ്റിംഗ് വാസ് പെർഫെക്റ്റ് ഇൻ എവറി ഡീറ്റെയിൽ." അതായത് പെയിൻറ്റിങ് എല്ലാ ഡീറ്റെയിലും, എല്ലാ തരം കൊണ്ടും എല്ലാത്തിലും പെർഫെക്റ്റ് ആയിരിക്കണം. ഹീ വാസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യൻറ്റ്. അതിനു വേണ്ടിയിട്ട്, ആ ചിത്രം എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്ഷമ കാണിക്കാൻ തയ്യാറാണെന്ന് ആർച്ച് ഡ്യൂക്ക് പറഞ്ഞു. ദ ഡിലേ ഓഫ് എ വീക്ക് ഓർ 2 ഡിഡ് നോട്ട് മാറ്റർ, ഹി സെഡ്. ഒരു ആഴ്ചയോ 2 ആഴ്ചയോ ഡിലേ ആവുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്ന് ആർച്ച് ഡ്യൂക്ക് പറഞ്ഞു. Tyle and his companions continued their merrymaking for another fortnight. ടൈലിൻ്റെ കമ്പാനിയൻസും അസിസ്റ്റൻസും കണ്ടിന്യൂ ചെയ്തു. എന്ത്? മെറി മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ആഹ്ലാദിക്കൽ. അതായത് എന്തൊക്കെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുമോ അതെല്ലാം കഴിച്ച് വൈനെല്ലാം കുടിച്ച് ആർമാദിക്കുകയാണ്. അപ്പോൾ അവർ ആ മെറി മേക്കിങ് ഒരു ഫോർട്ട് നൈറ്റ് എന്ന് പറയുന്നത് 15 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച. അവർ 2 ആഴ്ചയും കൂടി അവർ കണ്ടിന്യൂ ചെയ്തു. ഓൺ ദ 45th day, ഒരു മാസം കഴിഞ്ഞു, പിന്നെ 15 ദിവസം കഴിഞ്ഞു, അപ്പോൾ 45ാമത്തെ ദിവസമായി. ഓൺ ദ 45th day, 45ാമത്തെ ദിവസം, once again the archduke poked his nose in through the door. ഡോറിനിടയിൽ കൂടെ തലയിട്ട് നോക്കി. Isn't it time that the picture was completed? ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ സമയമായില്ലേ എന്ന് ചോദിച്ചു ആർച്ച് ഡ്യൂക്ക്. Tyle said that the portrait was being given the finishing touches. പോർട്രേറ്റിന്, ആ ചിത്രത്തിന് ഫിനിഷിംഗ് ടച്ചസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹി ബെഗ്ഡ് ഫോർ സം മോർ ടൈം. കുറച്ചുകൂടി സമയം വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. The Archduke said
that his delay did not matter so long as he did an excellent job. നിങ്ങൾ നല്ല ജോലി ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഡിലേ ആവുന്നതിലും കുഴപ്പമില്ല. ബട്ട് ഹി ആഡഡ്, പക്ഷേ കൂട്ടിച്ചേർത്തു, എന്താണ്? യു ഷുഡ് ഈദർ കംപ്ലീറ്റ് ദ പിക്ചർ വിത്തിൻ 15 days ഓർ യു ഷുഡ് ഷോ മീ ദ അൺഫിനിഷ്ഡ് പിക്ചർ നൗ. ഒരു കണ്ടീഷനുണ്ട്, നീ ഒന്നുമില്ലെങ്കിൽ 15 ദിവസം അതിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ അൺഫിനിഷ്ഡ് പിക്ചർ, പൂർത്തിയാവാത്ത പിക്ചർ ഇപ്പോൾ എനിക്ക് കാണിച്ചു തരണം. ടൈൽ പ്രോമിസ് ടു കംപ്ലീറ്റ് ദ പിക്ചർ. ടൈൽ പ്രോമിസ് ചെയ്തു, ഞാനെങ്ങനെയും 15 ദിവസം കൊണ്ട് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, വിതിൻ 15 days. സെയിങ് ദാറ്റ് ഓൺലി എ ഫ്യൂ മൈനർ ഡീറ്റെയിൽസ് റിമെയിൻഡ് ടു ബി ഫിൽഡ് ഇൻ. അപ്പോൾ 15 ദിവസം കൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്യും പ്രോമിസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, കുറച്ച് മൈനർ ഡീറ്റെയിൽസ്, ചെറിയ ഡീറ്റെയിൽസ് മാത്രമേ ഇനി ഫിൽ ചെയ്യാനുള്ളൂ, ഇനി വരയ്ക്കാനുള്ളൂ. ഷുഡ് യുവർ ലോർഡ്ഷിപ്പ് സീ ദ പെയിൻറ്റിങ് നൗ? യു വുഡ് നോട്ട് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ്. ഇപ്പോൾ കാണണോ ആർച്ച് ഡ്യൂക്കിന്, അങ്ങേക്ക് ഇപ്പോൾ പെയിൻറ്റിങ് കാണണോ? പക്ഷേ യു വുഡ് നോട്ട് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവില്ല, നിങ്ങൾക്ക് സന്തോഷമാവില്ല. അപ്പോൾ ഹീ സൈഡ്, അങ്ങനെ ടൈൽ പറഞ്ഞു. അപ്പോൾ അതിന് രാജാവ് പറഞ്ഞു, ഇല്ലില്ല, നീയെ മൊത്തമായിട്ട് ഒരു 15 ദിവസം കൂടി കൊടുത്തു. ടൈൽ ആൻഡ് ഹിസ് കമ്പാനിയൻസ് എൻജോയ്ഡ് ദെംസെൽഫ് ഫോർ യെറ്റ് അനദർ ഫോർട്ട്നൈറ്റ്. ഒരു 15 ദിവസം കൂടി കിട്ടിയപ്പോൾ 2 ആഴ്ച കൂടി കിട്ടി. ആ 2 ആഴ്ച കൂടി ഈ ടൈലും കമ്പാനിയൻസും അവിടെ ആഹ്ലാദിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായി സുഖമായി താമസിച്ചു. ഓൺ ദ 60th day, അങ്ങനെ 60ാമത്തെ ദിവസമായി. 45 ദിവസം കഴിഞ്ഞു, അത് കഴിഞ്ഞ് 15 ദിവസം കൂടി കിട്ടി, അപ്പോൾ 60 ദിവസം. അപ്പോൾ 60ാമത്തെ ദിവസം, ആ 60th ഡേൻ്റെ മോർണിംഗിൽ, രാവിലെ, ആർച്ച് ഡ്യൂക്ക് ഫോഴ്സ്ഡ് ഹിസ് വേ ഇൻ ടു ദ റൂം. ആ റൂമിനുള്ളിലോട്ട് കയറി തന്നെ വന്നു, ചോദിക്കാൻ നിന്നില്ല. എന്നിട്ട് പറഞ്ഞു, സെഡ്, ഐ മസ്റ്റ് സീ ദ പിക്ചർ അറ്റ് വൺസ്. അറ്റ് വൺസ് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ, എനിക്ക് ആ പിക്ചർ ഇപ്പോൾ തന്നെ കാണണം. വേർ ഈസ് ദ പിക്ചർ? എവിടെയാണ് ആ പിക്ചർ? കാണിച്ചു തരൂ. ഡ്രോ ദ കർട്ടൻസ് അപ്പാർട്ട്. ആ കർട്ടൻസ് മാറ്റൂ, എനിക്ക് കാണണം പിക്ചർ. ദ പിക്ചർ ഈസ് റെഡി മൈ ലോർഡ് അനൗൺസ് ടൈൽ. ടൈൽ അനൗൺസ് ചെയ്തു, പിക്ചർ ഈസ് റെഡി മൈ ലോർഡ്. അങ്ങൊന്നേ പിക്ചർ റെഡിയാണ്. ദെൻ വൈ ഡോണ്ട് യു ഡ്രോ ദ കർട്ടൻസ്? പിന്നെ എന്തുകൊണ്ടാണ് നീ ആ കർട്ടൻ മാറ്റാത്തത്? വാട്ട് ഈസ് ദ മാറ്റർ? വാട്ട്സ് ദ മാറ്റർ? ആർച്ച് ഡ്യൂക്ക് ആസ്റ്റ്. ആർച്ച് ഡ്യൂക്ക് ചോദിച്ചു, എന്തു പറ്റി? ഐ വോണ്ട് യു ടു ഗ്രാൻഡ് മീ വൺ ലാസ്റ്റ് ഫേവർ. അപ്പോൾ ടൈൽ പറഞ്ഞു, സെറ്റ് ടൈൽ, എനിക്ക് ഒരു അവസാനത്തെ ഒരു ഫേവർ കൂടി വേണം, ഒരു ഉപകാരം കൂടി വേണം. പ്ലീസ് ഓർഡർ all courtiers to assemble in this room. When they are here, I want to say few words to them and then I'll draw the curtains. അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു ലാസ്റ്റ് ഫേവർ കൂടിയുണ്ട്, ഒരു ഓർഡർ ഇടണം എല്ലാ കോർട്ടിയേഴ്സിനോടും, ആ കൊട്ടാരത്തിലുള്ള എല്ലാവരോടും ഈ റൂമിൽ അസംബിൾ ചെയ്യാനായിട്ട്, ഈ റൂമിലോട്ട് വരാനായിട്ട് അങ്ങൊന്ന് ഓർഡർ ഇടണം. വെൻ ദേ ആർ ഹിയർ, ഇവിടെ വന്നു കഴിയുമ്പോൾ, ഐ വോണ്ട് ടു സേ എ ഫ്യൂ വേർഡ്സ് ടു ദം, എനിക്ക് അവരോട് കുറച്ച് വാക്കുകൾ പറയാനുണ്ട്. ദെൻ ഐ വിൽ ഡ്രോ ദ കർട്ടൻസ്. എന്നിട്ട് ഞാൻ കർട്ടൻ മാറ്റി പിക്ചർ കാണിച്ചു തരാം. ആർച്ച് ഡ്യൂക്ക് ഓർഡേർഡ് ഓൾ കോർട്ടിയേഴ്സ് ടു അസംബിൾ ഇൻ ദ ഹാൾ. ആർച്ച് ഡ്യൂക്ക് ഓർഡർ ചെയ്തു എല്ലാവരോടും ഹാളിലോട്ട് എത്താനായിട്ട്. എന്നിട്ട് എല്ലാവരും എത്തി. ടൈൽ അഡ്രസ് ദം. ടൈൽ അവരോട് സംസാരിക്കുകയാണ്. മൈ ലോർഡ് എന്ന് പറയുന്ന ആർച്ച് ഡ്യൂക്കിനെ, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ദ പിക്ചർ ഈസ് റെഡി. പിക്ചർ റെഡിയാണ്. യു വിൽ നൗ ബി ഏബിൾ, ആസ് ഐ ഡ്രൂ ദ കർട്ടൻസ്, ടു സീ ഹൗ വെൽ ഐ ഹാവ് ഡൺ മൈ വർക്ക്. അപ്പം ഞാൻ ഈ കർട്ടൻ മാറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ എത്ര ഭംഗിയായിട്ടാണ് എൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. യു ക്യാൻ ഓൾ അഡ്മയർ മൈ വർക്ക്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വർക്കിനെ, എൻ്റെ ജോലിയെ പ്രശംസിക്കാം.
ബട്ട് ഐ മസ്റ്റ് വാൺ യു, ഒരു വാണിംഗ് ഉണ്ട്. ദാറ്റ് ദർ ഈസ് സംതിങ് വെരി സ്പെഷ്യൽ അബൌട്ട് ദിസ് പിക്ചർ. ഈ പിക്ചറിന് വളരെ ഒരു സവിശേഷതയുണ്ട്, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓൺലി ദോസ് എമംഗ് യു ഹൂ ഹാവ് നോബിൾ ബ്ലഡ് ഇൻ യുവർ വെയിൻ വിൽ ബി ഏബിൾ ടു സീ ദ പിക്ചർ, വിൽ ബി ഏബിൾ ടു സീ ദിസ് പെയിൻറ്റിങ്. അപ്പോൾ എന്താണ്, നിങ്ങളിൽ നോബിൾ ബ്ലഡുള്ള, രാജവംശത്തിൻ്റെ ബ്ലഡുള്ള, രാജവംശമായ ആൾക്ക് മാത്രമേ ഈ പിക്ചർ കാണാൻ പറ്റുള്ളൂ. അതാണ് ഈ പിക്ചറിൻ്റെ സ്പെഷ്യാലിറ്റി. all the rest, whatever is their rank or position, മറ്റുള്ളവരെല്ലാവരും അവരുടെ എന്ത് റാങ്കായാലും ഏത് പൊസിഷനായാലും വിൽ സീ നത്തിങ് ബട്ട് എ ബ്ലാങ്ക് വാൾ. അവർക്കൊന്നും കാണാൻ കഴിയില്ല. ഒരു ബ്ലാങ്ക് വാൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ചുമര് മാത്രം ബ്ലാങ്ക് ആയിട്ടുള്ള ഒന്നുമില്ലാത്തൊരു ചുമര് മാത്രമേ അവർക്ക് കാണാൻ പറ്റുള്ളൂ. നോബൽ ബ്ലഡുള്ള, അല്ലെങ്കിൽ രാജവംശജരായ ശരിക്കും നോബൽ ബ്ലഡുള്ള അവർക്ക് മാത്രമേ ഈ പിക്ചർ കാണാൻ പറ്റുള്ളൂ. നൗ I'll draw the curtains. ഞാനിപ്പോൾ കർട്ടൻസ് മാറ്റുകയാണ്. ടൈൽ ഫ്ലങ് ദ കർട്ടൻസ് aside. ടൈൽ കർട്ടൻസ് മാറ്റി, സൈഡിലോട്ട് മാറ്റി. ടൈൽ കർട്ടൻ മാറ്റി ചിത്രം കാണിക്കണം എല്ലാവരോടും. The courtiers outdid one another in showing their admiration for the picture. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിക്കുന്നു, ഈ പിക്ചറെ പ്രശംസിക്കുന്നു, ടൈലിൻ്റെ വർക്കിനെ പ്രശംസിക്കുന്നു. ഓരോരുത്തരും വളരെ നന്നായിട്ടുണ്ടെന്ന്, വളരെ നല്ല പിക്ചറെന്ന് പ്രശംസിക്കുകയാണ്. ദേ പ്രൈസ് ടൈൽ ഫോർ ഹിസ് സ്പ്ലെൻഡിഡ് പെയിൻറ്റിങ്. ടൈലിനെ വളരെ സുന്ദരമായ ആ പെയിൻറ്റിങ്ങിനെ അഭിനന്ദിച്ചു. ദേ റിമാർക്ഡ് ഹൗ നാച്ചുറൽ ഈച്ച് വൺ ഓഫ് ദം ലുക്ഡ് ഇൻ ദ പിക്ചർ. അവർ പറഞ്ഞു, എത്ര നാച്ചുറലായിട്ടാണ് നിങ്ങൾ വരച്ചു വച്ചിരിക്കുന്നത്. ആ പിക്ചറിൽ ഞങ്ങൾ എത്ര നാച്ചുറലായിട്ട്, എത്ര എക്സാക്ട്ലി സെയിം ആയിട്ട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. ആൻഡ് ഈഗർലി പോയിൻറ്റഡ് ഔട്ട് ദിയർ ഫ്രണ്ട്സ് ആൻഡ് അക്വൈൻറ്റൻസസ്. അവരുടെ ഫ്രണ്ട്സിനെയും അക്വൈൻറ്റൻസിനെയൊക്കെ പോയിൻ്റ് ചെയ്ത് കാണിക്കുകയാണ് വളരെ നന്നായിട്ടുണ്ടെന്ന്. all of a sudden the duke's jester leaped into the air and shouted. പെട്ടെന്ന് തന്നെ ആർച്ച് ഡ്യൂക്കിൻ്റെ കോമാളിയായ ജോക്കറായ ജസ്റ്റർ ലീപ്ഡ് ഇൻ ടു ദ എയർ, ചാടിക്കൊണ്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഓൾ ഓഫ് യു നോ ദാറ്റ് ഐ ആം എ ഫൂൾ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാനൊരു ഫൂളാണെന്ന്. ആൻഡ് ഐ ഹാവ് നോ ബ്ലൂ ബ്ലഡ് ഇൻ മൈ വെയിൻസ്. എൻ്റെ വെയിൻസിൽ ഒരു ബ്ലൂ ബ്ലഡോ, അതായത് രാജ ബ്ലഡൊന്നുമില്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞാനൊരു വിഡ്ഢിയാണെന്ന് നിങ്ങൾക്കറിയാം. ഐ ക്യാൻ സീ നോ പിക്ചർ. എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ബട്ട് ഓൺലി എ ബ്ലാങ്ക് വാൾ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ഇതൊരു വെറും ബ്ലാങ്ക് വാൾ മാത്രമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ടൈൽ പറഞ്ഞത് വളരെ സത്യമാണ് എന്ന് സമർത്ഥിക്കുകയാണ് ഇവിടെ ഈ ഫൂളും. ആ ഫൂള് പറയാണ്, എൻ്റെ ശരീരത്തിലൊരു രാജവംശത്തിൻ്റെ ബ്ലഡോ രാജവംശക്കാരനൊന്നുമല്ല ഞാനൊരു ഫൂളാണ്, അതുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ഒരു ബ്ലാങ്ക് വാൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ടൈൽ പറയണം, ടൈൽ ഇതെല്ലാം ഒബ്സർവ് ചെയ്തിട്ട് പറയുന്നു, വെൻ ഫൂൾസ് ബിഗിൻ ടു ടോക്ക്. അപ്പോൾ വിഡ്ഢികൾ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇറ്റ്സ് ടൈം ഫോർ വൈസ് മെൻ ടു വാക്ക്. അപ്പോൾ ഇത് വൈസ് മെൻ, അതായത് ബുദ്ധിയുള്ള ആൾക്കാർക്ക് പോവാനുള്ള സമയമായി. ഹീ കാംലി സ്ട്രോഡ് ഔട്ട് ഓഫ് ദ ഹാൾ ആൻഡ് റോഡ് അവേ ഓൺ ഹിസ് ഡോങ്കി. ആ പുള്ളി മെല്ലെ ഹാളിന് പുറത്തിറങ്ങി, എന്നിട്ട് അവൻ്റെ ഡോങ്കിയിൽ കയറി അവിടെ നിന്ന് സ്ഥലം വിട്ടു. ദ ഫെദേഴ്സ് ഇൻ ഹിസ് ക്യാപ്പ് ഡാൻസ് ഇൻ ദ ജെൻറ്റിൽ ബ്രീസ്. അവൻ്റെ തലയിലുള്ള ക്യാപ്പിലെ ഫെദേഴ്സ്, ആ തൂവലുകൾ ആ ബ്രീസിൽ, ആ ജെൻറ്റിൽ ബ്രീസിൽ, ആ ചെറിയ കാറ്റിൽ കിടന്ന് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ അവസാനിക്കണം ആ കഥ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയുണ്ട്. ഹൗ ഡിഡ് ടൈൽ മാനേജ് ടു സ്റ്റേ ഇൻ ദ കോർട്ട് ഫോർ ലോങ്? ഹൗ മെനി ഡേയ്സ് ഡിഡ് ഹീ ഫൈനലി ഗെറ്റ് ടു കംപ്ലീറ്റ് ഹിസ് പിക്ചർ? ഹൗ ഡിഡ് ടൈൽ മാനേജ് ടു സ്റ്റേ ഇൻ ദ കോർട്ട് ഫോർ ലോങ്? ആ കോർട്ടിൽ, ആ ആർച്ച് ഡ്യൂക്കിൻ്റെ കൊട്ടാരത്തിൽ കൂടുതൽ സമയം
എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ പിക്ചർ കംപ്ലീറ്റ് ആയിട്ടില്ല, അതിനു വേണ്ടി അങ്ങനെ പറഞ്ഞിട്ടാണ് ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് വാങ്ങിച്ചത്. അപ്പം ദ ടൈൽ മാനേജ് ടു സ്റ്റേ ഇൻ ദ കോർട്ട് ഫോർ ലോങ് ബൈ ടെല്ലിങ് എ ലൈ ദാറ്റ് ദ പിക്ചർ ഈസ് നോട്ട് കംപ്ലീറ്റഡ് യെറ്റ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കുറേ ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ഹൗ മെനി ഡേയ്സ് ഡിഡ് ഹി ഫൈനലി ഗെറ്റ് ടു കംപ്ലീറ്റ് ഹിസ് പിക്ചർ? അവസാനം എത്ര ദിവസം കിട്ടി? ടൈൽ ഗോട്ട് 60 days to get to complete his Tile got 60 days to complete his picture. What is special about the picture? ആ പിക്ചറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? The picture can be seen by only those who have a noble blood in their veins. നോബൽ ബ്ലഡ് ഉള്ള അവർക്ക് മാത്രമേ ഈ പിക്ചർ കാണാൻ പറ്റുള്ളൂ. ഈസ് ദ ജസ്റ്റർ എ മിയർ ഫൂൾ? ജസ്റ്റർ എന്ന് പറയുന്നത് വെറും ഒരു ഫൂളാണോ? വൈ ഡു യു തിങ്ക് സോ? ജസ്റ്ററും ഫൂളും ആണ്. അതുപോലെ തന്നെ സത്യം പറയാൻ ഭയക്കാത്തവനുമാണ്. ജസ്റ്റർ പറയുന്നുണ്ട്, ഞാനൊരു ഫൂളാണ്, എൻ്റെ ബോഡിയിലൊരു നോബൽ ബ്ലഡ് ഇല്ല, അതുകൊണ്ട് എനിക്ക് ആ പിക്ചർ കാണാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ കഥ അവസാനിച്ചു. ദി മിസ്റ്റീരിയസ് പിക്ചർ എന്ന ഈ സ്റ്റോറിയുടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.